എപ്പോഴാണെന്റെ പാദം പതറിയിടറി ഞാൻ പാതയിൽ വീണതെന്നാൽ അപ്പോഴെല്ലാം തുണച്ചിട്ടടിയനെ മൃദുവായി സാന്ത്വനിപ്പിച്ചുവല്ലോ. കെൽപ്പില്ലൊട്ടും സുഭദ്രേ ഇനി അധിക ദിനം യാത്ര ചെയ്തിടുവാനായി തൃപ്പാദം പിന്തുണച്ചിടണമിവിടെ നടസ്വാമിതൻ വാമമീയേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. നവമസ്കന്ധത്തിലെ 32-ാമത്തെ അധ്യായങ്ങൾ നരകവർണ്ണന, നരകങ്ങളുടെ പേരുകളെ സാവിത്രിക്ക് യമധർമ്മൻ പറഞ്ഞുകൊടുത്തതായ ഭാഗങ്ങളെ അവലോകനം ചെയ്തു. അടുത്തതായിട്ട് ദീർഘമായിട്ടുള്ള ഈ 33-ാമത്തെ അധ്യായത്തിൽ ആ നരകത്തിലുള്ള ഓരോരോ നരകത്തിൽ പതിക്കുന്നതായിട്ടുള്ള ജീവനെ അനുഭവിക്കേണ്ടി വരുന്ന ക്ലേശങ്ങൾ, ദുഃഖങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെയാണ് ഇവിടെ വിസ്തരിച്ചുകൊണ്ട് പറയണത്. നരകത്തിൻ്റെ ഓരോ നരകത്തിലും പോയാൽ അനുഭവിക്കുന്നതായിട്ടുള്ള പാപകർമ്മങ്ങൾക്കനുസരിച്ചിട്ടുള്ള ദണ്ഡനകൾ, ശിക്ഷകൾ, ഇതിനു മുമ്പും നമ്മൾ ദേവി ഭാഗവതത്തിൽ തന്നെ അവലോകനം ദീർഘമായിട്ട് ചെയ്തിട്ടുണ്ട്. അതേമാതിരി ശ്രീമദ് ഭാഗവതത്തിൽ പഞ്ചമസ്കന്ധം 26-ാമത്തെ അധ്യായത്തിൽ പോകുമ്പോൾ അവിടെയും ഒരു 28 നരകങ്ങളും അതിൻ്റെ കാര്യങ്ങളെയും കുറിച്ച് ശ്രീശുകൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല എന്ന് മാത്രമല്ല, ഈ നരകത്തിനെ പറ്റിയൊക്കെ കേൾക്കുന്നത് തന്നെ, പറയുന്നതും കേൾക്കുന്നതും തന്നെ മനസ്സിനല്പം വിഷമങ്ങളും ദുഃഖങ്ങളും ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്നാലും ഈ ഒരു അധ്യായത്തിലൂടെ ദേവി ഭാഗവതത്തിൽ പറഞ്ഞതുകൊണ്ട് നമുക്ക് ഒന്നിതാ അവലോകനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. ധർമ്മരാജൗമാജാ ഹരിസേവാരദശുദ്ധോ യോഗസിദ്ധോ വ്രതി സതീ തപസ്വി ബ്രഹ്മചാരി ചാനായാതി നരകം ധ്രുവം. ഹരിസേവാതൽപരൻ, ശുദ്ധൻ, യോഗസിദ്ധിയുള്ളവൻ, വ്രതനിഷ്ഠൻ, താപസൻ, ബ്രഹ്മചാരി. അതൊക്കെ ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യം വേണ്ട വിധത്തിൽ ശാസ്ത്രോക്തം അനുഷ്ഠിക്കുന്നവൻ എന്നൊക്കെ അവിടെ അർത്ഥമെടുക്കണം. നരകത്തിൽ പോകുകയില്ല എന്നുള്ളത് തീർച്ചയാണ്. ഇപ്പം യോഗസിദ്ധി എന്നൊക്കെ പറഞ്ഞാൽ അത് വേണ്ടതിന് ഉപയോഗിക്കുന്നവന്, ധനമുണ്ടാക്കാനും മറ്റുള്ളവരെ ചതിക്കാനും മറ്റുള്ളവരിൽ നിന്നും ധനം കവർന്നെടുക്കാനുമൊക്കെ ഉപയോഗിക്കുന്നതാണെങ്കിൽ അതും പാപകർമ്മം തന്നെയാണ്. അല്ലാതെ കണ്ട ശാസ്ത്രോക്തമായിട്ട് പറയുന്ന അനുസരിച്ച് ഇതൊക്കെ അനുഷ്ഠിക്കുന്നവൻ നരകത്തിൽ പോകുകയില്ല എന്നുള്ളത് ധ്രുവം, തീർച്ചയാണ്. ക്രൂരവാക്കും ബലവും കൊണ്ട് ബന്ധുക്കളെയും മറ്റും പല പ്രകാരത്തിൽ ദ്രോഹിപ്പിക്കുന്ന ശക്തൻ വന്യകുണ്ഡലത്തിൽ പതിക്കും, അഗ്നികുണ്ഡത്തിൽ പതിക്കും എന്നാണ് പറയണത്. സൂര്യതാപത്താൽ തണൽ തീരെയറ്റ ആ വനത്തിൽ 3 ജന്മം പശുവായിട്ട് പിറക്കും. വിശന്നും ദാഹിച്ചും പൊരിഞ്ഞും ഗൃഹത്തിലേക്ക് വരുന്ന ബ്രാഹ്മണന് ഭക്ഷണം നൽകാത്തവൻ തപ്തകുണ്ഡം എന്ന നരകത്തിൽ പതിക്കും. എത്ര രോമങ്ങൾ അവന്റെ ശരീരത്തുണ്ടോ അത്രയും വർഷം അതിൽ കിടന്ന് നരകിച്ച് ചുട്ടുപൊള്ളുന്ന മൺകാട്ടിൽ 7 ജന്മം പക്ഷിയായിട്ട് ജനിക്കും. ഞായറാഴ്ച, സംക്രാന്തി, അമാവാസ, ശ്രാദ്ധം എന്നീ ദിവസങ്ങളിൽ ചാരം മുതലായവ ഉപയോഗിച്ച് വസ്ത്രം വെളുപ്പിക്കുകയും മറ്റും ചെയ്യുന്നവൻ ആ വസ്ത്രത്തിൽ എത്ര നൂലുണ്ടോ അത്ര വർഷം ക്ഷാരകുണ്ഡത്തിൽ കിടക്കും. പിന്നെ 7 ജന്മം ഭൂമിയിൽ രജകനായിട്ട് ജനിക്കും. മൂലപ്രകൃതിയെ നിന്ദിക്കുന്ന മനുഷ്യാധമനും വേദങ്ങൾ, ശാസ്ത്രങ്ങൾ, പുരാണങ്ങൾ എന്നിവയെ നിന്ദിക്കുന്നവനും ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരെ നിന്ദിക്കുന്നതിനും ഗൗരീവാണി തുടങ്ങിയ ദേവിമാരെ നിന്ദിക്കുന്നവനും എല്ലാം ഭയാനകം എന്ന നരകത്തിൽ ചെന്ന് വീഴും. അതിനേക്കാൾ ദുഃഖപ്രദമായ വേറൊരു നരകമില്ല എന്ന് പറയണം. അവിടെ അനേകം കൽപ്പങ്ങൾ കിടന്നിട്ട് പിന്നീട് സർപ്പമായി ജനിക്കും. ദേവീനിന്ദ പ്രായശ്ചിത്തമേ ഇല്ലാത്ത അപരാധമാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ.
താനോ മറ്റാരെങ്കിലുമോ ദേവന്മാർക്കും വിപ്രന്മാർക്കും നൽകിയ ദാനത്തെ അപഹരിക്കുന്നവൻ 60,000 വർഷം വിഡ്കുണ്ഠത്തിൽ കഴിക്കണം. അത്രയും കാലം അതിലെ മലം, മൂത്രം മുതലായവ ഭക്ഷിച്ച് പാനം ചെയ്ത് ഭൂമിയിൽ മലത്തിലെ പുഴുവായിട്ട് കഴിയേണ്ടി വരും എന്ന് പറയാണ്. അന്യരുടെ തടാകത്തെ നന്നാക്കി തൻ്റേതാക്കുന്നവൻ അതിൽ മൂത്രം വീഴ്ത്തുന്നവനും മൂത്രകുണ്ഡത്തിൽ പതിക്കും. എത്ര രോമം അവൻ്റെ ശരീരത്തിലുണ്ടോ അത്രയും വർഷം അതിൽ കടന്ന് തപിക്കും. പിന്നെ 100 വർഷം കാളയായും ഭൂമിയിൽ കഴിയേണ്ടി വരും. മധുരമുള്ള ഭക്ഷണപദാർത്ഥം ഒറ്റയ്ക്ക് തിന്നുന്നവൻ ശ്ലേഷ്മ എന്ന കുണ്ഡത്തിലാണ് പതിക്കുക. അവിടെ കഫം തിന്നുകൊണ്ട് 100 ആണ്ട് കിടക്കേണ്ടി വരും. പിന്നെ 100 ആണ്ട് ഇവിടെ പ്രേതമായിട്ട് ജനിക്കും. കഫം, മലം, മൂത്രം ഭക്ഷിച്ചു കഴിഞ്ഞ് പതുക്കെ അവൻ ശുദ്ധനായിത്തീരും. പിതാവിനെയും മാതാവിനെയും ഗുരുവിനെയും ഭാര്യയെയും പുത്രനെയും പുത്രിയെയും അനാഥനെയും രക്ഷിക്കാത്തവൻ ഗരകുണ്ഠത്ത് എന്ന് പറഞ്ഞ നരകത്തിലാ പോയി പതിക്കുക. അവിടെ വിഷം തിന്നുകൊണ്ട് 100 ആണ്ട് കഴിയണം. പിന്നെ ഭൂതയോനിയിൽ ജനിച്ച 100 ആണ്ട് ജീവിച്ച് ശുദ്ധമാകും. അതിഥിയെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അവരെ കണ്ടിട്ട് ക്രൂരമായി നോക്കുന്ന പാപി നൽകുന്ന തർപ്പണജലം പിതൃദേവൾ സ്വീകരിക്കില്ല. ഇവിടെ വെച്ച് തന്നെ ബ്രഹ്മഹത്യാദികളായിട്ടുള്ള പാപങ്ങൾ എന്തെല്ലാമുണ്ടോ അവയെല്ലാം അനുഭവിച്ച് ഒടുക്കം ദൂഷികാകുണ്ഡത്തിൽ ചെന്നു വീഴുമെന്ന് പറയാണ്. ഇതേ മാതിരിയാണ് ഓരോന്നും പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് വളരെ ദീർഘമായിട്ട് ഞാൻ അവലോകനം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇവിടെ താല്പര്യം ഇല്ല. വേണ്ടവരെ പുസ്തകം മേടിച്ച് അതിനെ വായിച്ച് ഓരോ നരകത്തിലും പോയാൽ അനുഭവിക്കുന്നതായിട്ടുള്ള ആ പാപങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ അതിൽ നിന്ന് സ്വയം വായിച്ചറിയുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ കണ്ട് വളരെ വളരെ മനസ്സിന് ദുഃഖവും മറ്റും തരുന്നതായിട്ടുള്ള ക്ലേശങ്ങളും മറ്റും തരുന്നതായിട്ടുള്ള ഇത്തരം നരകവർണ്ണനകൾ ഇതെല്ലാം, അതും പ്രത്യേകിച്ച് കാലത്ത് എണീറ്റ് കേൾക്കുന്നത്, അത് ഏത് ഗ്രന്ഥമായാലും ദേവീഭാഗവതം എന്ന പുണ്യഗ്രന്ഥമായാലും ഇത്തരം കാര്യങ്ങൾ കേൾക്കാൻ നമുക്കും അത്ര ഒരു രുചി ഉണ്ടായിരിക്കില്ലല്ലോ. അതുകൊണ്ട് അതിന് ദീർഘിപ്പിച്ച് പറയുന്നില്ല. ഈ 126 ശ്ലോകങ്ങളുള്ള ഈ അധ്യായത്തിൽ 126 ശ്ലോകങ്ങളിൽ ആ മുമ്പിൽ പറഞ്ഞ ഒരു 7-8 ശ്ലോകങ്ങൾ കഴിച്ചാൽ ബാക്കിയുള്ള ശ്ലോകത്തിൽ മുഴുവൻ ഈ നരകവർണ്ണനയാണ്. എന്തൊക്കെ പാപം ചെയ്ത ഏത് നരകത്ത് പോവും, അവിടെ എന്തനുഭവിക്കും, എന്തൊക്കെ ചെയ്യും എന്നവിടെ പറയാണ്. ഒന്ന് മനസ്സിന് വിഷമം തരണു, രണ്ടാമത് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയം, ഭീതി ഇതെല്ലാം നമ്മളിൽ കൂടണു. മനസ്സിന് സന്തോഷവും ഭയഭീതികളും മാറാനുമാണല്ലോ നമ്മൾ ദേവീ ഭാഗവതം മുതലായിട്ടുള്ള പുരാണ കഥകളുടെ ശ്രവണങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തൽക്കാലം ഇത്രയേ പറയുന്നുള്ളൂ. ദുഷ്കർമ്മങ്ങൾ ചെയ്തവന് അതിൻ്റേതായിട്ടുള്ള ഫലങ്ങൾ, നരകാദി ഫലങ്ങൾ ശിക്ഷയായിട്ട് അനുഭവിച്ച് തീരേണ്ടി വരും. അപ്പോൾ നമുക്ക് ദുഃഖം വരുന്ന സമയത്തൊന്ന് ഓർത്താൽ മതി, ഈ ദുഃഖത്തിന് കാരണപ്രദമായ ഏതോ ഒരു പാപം ഞാൻ ഈ ജന്മത്തിലോ അല്ലെങ്കിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന എൻ്റെ ജന്മങ്ങളിലോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഫലമാണ് ഇത് എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ 33-ാമത്തെ അധ്യായം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ മുതൽ അടുത്ത അധ്യായത്തിലേക്ക് കടക്കാം. ഹരയേ നമഃ, മഹാദേവ്യൈ നമഃ.